പരീക്ഷ അവസാനിപ്പിക്കുമ്പോൾ രക്ഷിതാക്കളും കുട്ടികളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കണം. നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, വേറെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കൂടി ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഡൈനിങ് ടേബിളിന് ചുറ്റും രക്ഷിതാക്കളും കുട്ടികളും കൂടി ഒന്ന് ഒരുമിച്ചിരിക്കണം. എന്നിട്ട് 2 മാസം കൊണ്ട് അവർക്ക് പൂർത്തീകരിക്കാവുന്ന ചില ടാർഗറ്റുകൾ അവർക്ക് കൊടുക്കണം, ചില ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചു കൊടുക്കണം. ഒരു PTA മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു രക്ഷിതാവ് വന്നു. രക്ഷിതാവ് അധ്യാപകനാണ്, പക്ഷെ അദ്ദേഹം വേറൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, കണ്ണു കാണാത്ത ഒരു അന്ധനാണ്. അപ്പോൾ അദ്ദേഹത്തോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയാൾ എണീറ്റ് വന്നുകൊണ്ട് ആ ക്ലാസ്സിലുള്ള ഫസ്റ്റ് ബെഞ്ച്, സെക്കൻഡ് ബെഞ്ച്, തേർഡ് ബെഞ്ചിലുള്ള ആൺകുട്ടികൾ, ഈ ഭാഗത്തുള്ള പെൺകുട്ടികൾ, അവരുടെ പേര്, അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, ഈ കാര്യങ്ങളൊക്കെ അയാൾ ഇങ്ങനെ തുറന്ന് പറയണേ. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ അധ്യാപകരായി ഞങ്ങൾക്ക് പോലും ഈ കുട്ടികളുടെ ഡീറ്റെയിൽ അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ എന്ന് ചോദിച്ചോ പറഞ്ഞത്, ഈ ഒരു ദിനത്തോടു കൂടി SLC പരീക്ഷകളും മറ്റു പൊതുപരീക്ഷകളൊക്കെ അവസാനിക്കുന്ന ഒരു തീയതിയിലാണ് ഈ ഒരു സ്പോട്ടിലേക്ക് നടക്കുന്നത്. ഇനി വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അവധിക്കാലത്തിലേക്ക്, വേനൽ അവധിയിലേക്ക് പോവുകയാണ്. ഒരു 2 മാസക്കാലമാണ് അവരുടെ അവധി എന്ന് പറയുന്നത്. അതൊരു ചെറിയ പീരീഡല്ല. അതുകൊണ്ട് തന്നെ ആ പീരീഡ് എന്ത് നിർവഹിക്കുന്നു എന്നത് അവരുടെ വ്യക്തിത്വത്തെയും മറ്റുമൊക്കെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അപ്പോൾ അവിടെ രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി ചില സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതില്ലേ നിശാഖ്? യെസ്, ഉണ്ട്. അതായത് അവധിക്കാലത്തെക്കുറിച്ചുള്ള ആളുകളുടെ കാഴ്ചപ്പാട്, അവധിക്കാലത്തെക്കുറിച്ച് ആളുകളുടെ ധാരണകൾ, ഇത് ഒരു പ്രധാന സംഗതിയാണ്. പൊതുവിൽ ഇവിടുത്തെ സംവിധാനങ്ങളല്ല, രാജ്യത്തെ സിസ്റ്റം ഉണ്ടല്ലോ, അതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. വിദ്യാഭ്യാസ വകുപ്പുണ്ട്, പിന്നെ ബാലാവകാശ കമ്മീഷനുകളുണ്ട്, ചൈൽഡ് ലൈനുണ്ട്, ഇങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട്. കുട്ടികളുടെ ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട കുറേ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ കുറേ ഇവിടെ അത്യാവശ്യമുള്ള സംഗതികൾ തന്നെയാണ്. പക്ഷേ പൊതുവിൽ ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷനുമായി ബന്ധപ്പെട്ട് ചില സ്കൂളുകൾ വെക്കേഷൻ കാലത്ത് ക്ലാസ് നടത്തിയപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ശക്തമായി പറഞ്ഞു, കുട്ടികൾക്ക് കളിക്കേണ്ട സമയമാണ്, ആ സമയത്ത് ക്ലാസ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ 2 അറ്റമുണ്ട്. ഒന്ന്, ഫുൾ ടൈം അവധിക്കാലത്തും കുട്ടികളെ ക്ലാസ് കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ കുട്ടികൾ വേനലവധിയാണ് എന്നതിൻ്റെ പേരിൽ ഒരു കാര്യത്തിലും എൻഗേജ് ആവാതെ 2 മാസക്കാലം കുട്ടികൾ ഒരു നിയന്ത്രണവുമില്ല, ഒരു കാര്യത്തിലും അവർ എൻഗേജ് അല്ല, പ്രത്യേകിച്ച് യാതൊരുവിധ ആക്ടിവിറ്റികളും അവർക്ക് ചെയ്യാനില്ല എന്നൊരവസ്ഥയുണ്ടായാൽ എന്തായിരിക്കും മക്കൾക്ക് സംഭവിക്കുക? ഒന്ന്, കുട്ടികൾ പഠനമെന്ന ട്രാക്കിൽ നിന്ന് അവരിറങ്ങിപ്പോവും. ഇതൊരു കണ്ടിന്യൂസ്ലി നടന്നു പോകേണ്ട ഒരു പ്രക്രിയയാണ്. പൂർണ്ണമായും മാറിപ്പോകുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ശരിക്കും ഒരു ടാസ്ക്കാണ്, കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. അതിലുപരിയായി നമ്മുടെയൊക്കെ വീടുകളിലെ, അല്ലെങ്കിൽ ഭൂരിഭാഗം ഒരുപക്ഷെ ഈ പ്രേക്ഷകരൊന്ന് ചിന്തിക്കാം, വീടുകളിലെ കുട്ടികൾ ഒഴിവ് സമയങ്ങൾ എവിടെയായിരിക്കും ചെലവഴിക്കുക? ഇപ്പം നമ്മുടെ കുറച്ച് മുമ്പുള്ളൊരു തലമുറ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ 90 കിഡ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെടുത്ത് നോക്കി, 90s അല്ലേ, പോക്ക് പാടത്തും പറമ്പത്തും എത്തുള്ളൂ. യെസ്, ഇത് ചിലപ്പോൾ എവിടെ ആണ്. ഇവർ കൊറിയയിലെത്തും, ഇവർ അമേരിക്കയിലെത്തും, ഇവരതിനപ്പുറത്തേക്കെത്തും. ഇപ്പോഴത്തെ പുതിയ പാരലൽ വേൾഡിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നതിലേക്ക് കുട്ടികൾ പോകും. ഒരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥ വന്നാൽ കുട്ടികൾ 2 മാസം കഴിയുമ്പോഴേക്ക് 2 മാസം കൊണ്ട് വളർത്തി ഉണ്ടാക്കി അവരുടെ വ്യക്തിത്വം പൂർണ്ണമായി നമുക്ക് കൈവിട്ടു പോകും. ഇത് മനസ്സിലാക്കുന്നിടത്ത് പലപ്പോഴും രക്ഷിതാക്കൾക്ക് അവർക്കതിന് തിരിച്ചറിയാൻ സാധിക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്കൊക്കെ സ്കൂളുകളിൽ കുട്ടികളെക്കുറിച്ച് വന്ന് പറയാറുള്ള പരാതി എന്താണ്? അവൻ കഴിഞ്ഞ വർഷം വരെ നന്നായി പഠിച്ചിരുന്നു, അപ്പോൾ അവൻ എന്തു പറ്റിയെന്നറിയില്ല, അവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായി, അവൻ്റെ സംസാരം, ദേഷ്യം അവനക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ അവൻക്ക് റൂമിൽ അവൻ വാതിലടച്ചിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, ഉറക്കം കുറവാണ്. ശരിക്കും ഇത് നമ്മളൊന്ന് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഇതൊക്കെ എന്ന് പറയുന്നാൽ മൊബൈൽ അഡിക്ഷൻ്റെ സിംറ്റംസാണ് ഇതെല്ലാം. മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ടും കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും. ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, കുട്ടികൾ മൊബൈൽ ഫോണിന് അഡിക്റ്റായി 2 മാസം കൊണ്ട് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന, അവരുടെ സ്വഭാവത്തെ ബാധിക്കുന്ന, അവർ വേറൊരു തരം മാനസിക രോഗത്തിന് വിധേയമായി പോകുന്ന ആളുകളായി മാറാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾക്ക് ഇതിൽ നല്ല ജാഗ്രത ആവശ്യമുണ്ട്.
കുട്ടികൾ 2 മാസം ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വളരട്ടെ എന്ന് ഒരു കാരണവശാലും ഒരു കാലത്തും ചിന്തിക്കാൻ പാടില്ല, ഈ കാലത്ത് പ്രത്യേകിച്ചും ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നാളെ മാർച്ച് 31 സ്കൂളുകളൊക്കെ ക്ലോസ് ചെയ്യാം. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ കഴിഞ്ഞു. ഇനി ചെറിയ കുട്ടികളുടെ പരീക്ഷകൾ കൂടി നാളത്തോടു കൂടി, ഇന്ന് പല പരീക്ഷകളും അവസാനിച്ചു. SSLC ഒക്കെ ഉള്ള 8-9 ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെയും കൂടെ പരീക്ഷയുണ്ട്. പരീക്ഷ അവസാനിപ്പിക്കുമ്പോൾ രക്ഷിതാക്കളും കുട്ടികളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കണം. നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, വേറെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കൂടി ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഡൈനിങ് ടേബിളിന് ചുറ്റും രക്ഷിതാക്കളും കുട്ടികളും കൂടി ഒന്ന് ഒരുമിച്ചിരിക്കണം. എന്നിട്ട് 2 മാസം കൊണ്ട് അവർക്ക് പൂർത്തീകരിക്കാവുന്ന ചില ടാർഗറ്റുകൾ അവർക്ക് കൊടുക്കണം, ചില ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചു കൊടുക്കണം. 2 മാസം എന്നുള്ളത് പുസ്തകം എടുത്ത് വിൽക്കാനുള്ളതോ അടച്ചു വെക്കാനുള്ളതോ ബാഗ് പൂർണ്ണമായും കൈയൊഴിയാനുള്ളതോ അല്ല. 2 മാസം കൊണ്ട് എന്തവർ ചെയ്തു തീർക്കും? എത്ര പുസ്തകം വായിച്ചു തീർക്കും? എന്ത് ആക്ടിവിറ്റികൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? വായനക്കുറിപ്പ് എഴുതാൻ പറ്റും, വായനക്കുറിപ്പ് എഴുതാൻ പറ്റും. ചില ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികളുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പറ്റും. നന്നായി വരയ്ക്കാനൊന്നിനൊക്കെ കഴിയുമെങ്കിൽ ചില കാര്യങ്ങൾ വരയ്ക്കാൻ പറ്റും. ചെറിയ കോഴ്സുകൾ ചെയ്യാൻ പറ്റും, ചെറിയ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുക്കണം. ആ 2 മാസം കൊണ്ട് പൂർത്തിയാകുന്ന ലക്ഷ്യത്തിന് ഇടയിൽ ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചു കൊടുക്കണം. ഓരോ ഘട്ടം പൂർത്തീകരിച്ച് കഴിയുമ്പോഴും ഇന്ന സമ്മാനം നിനക്ക് വാങ്ങിത്തരുമെന്ന ഓഫർ കൊടുക്കണം. ആ ഓരോ ഘട്ടം പൂർത്തിയാകുമ്പോഴും കുട്ടികൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കണം. അത് ഇവാലുവേറ്റ് ചെയ്യണം, പോസിറ്റീവായി ഇവാലുവേറ്റ് ചെയ്യണം. 5 മാർക്കിനുള്ളത് ചെയ്താൽ 50 മാർക്ക് കൊടുക്കണം. എന്നിട്ട് അതിനുള്ള നല്ല സമ്മാനങ്ങൾ, അവർക്ക് ഉപകാരമുള്ള സമ്മാനങ്ങൾ രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു 2 മാസക്കാലം വളരെ ഫലപ്രദമായ ഒരു വേനലവധിക്കാലം കഴിഞ്ഞ് ഒരുപക്ഷേ 10 മാസം കൊണ്ട് സ്കൂളിൽ നിന്ന് കുട്ടി പഠിച്ചതിനേക്കാൾ കൂടുതൽ സ്കില്ലും വിജ്ഞാനവും കുട്ടിക്ക് നേടിയെടുക്കാൻ ഈ 2 മാസം കൊണ്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഖുർആൻ ഹിഫ്ലാക്കാനുള്ള ടാസ്ക് കൊടുക്കാം, ഖുർആൻ ഓതി തീർക്കാനുള്ള ടാസ്ക് കൊടുക്കാം. അങ്ങനെ പലതും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഈ ടാർഗറ്റ് നിശ്ചയിച്ച് അതിൻ്റെ ഓരോ ഘട്ടം പൂർത്തിയാക്കുമ്പോൾ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ പൊതുവിൽ പഠനം കുട്ടികൾക്ക് അസൈൻമെൻറ്റ് കൊടുക്കുമ്പോഴുള്ളൊരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് അവരെ നമുക്ക് മോചിതരാക്കാൻ പറ്റും. അതുകൂടെ പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഒരു സാധനം കൊടുത്ത് അത് പിന്നീട് കുട്ടികൾക്കൊരു ഭാരമായി മാറി എനിക്ക് സ്കൂൾ ഒഴിവുള്ള ദിവസം ഒരു സമാധാനമില്ല എന്ന് കുട്ടികൾ ചിന്തിക്കുന്ന ഒരു രൂപത്തിലേക്ക് അവരെ വരിഞ്ഞു മുറുക്കി അത് പിന്നീട് വേറെ ഒരു മാനസിക മെൻ്റൽ സ്ട്രെസ്സിലേക്ക് പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഈ രൂപത്തിൽ പോയാൽ അവർ എൻജോയ് ചെയ്യും. അവർ ഫോൺ കാണുന്നതിനേക്കാൾ, അവർ ഗെയിം കളിക്കുന്നതിനേക്കാൾ എൻജോയ്മെൻറ്റോടുകൂടി അവരുടെ വേനലവധിക്കാലം നന്മയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും. ഇത് മുൻകൈയെടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾക്ക് അതിന് സാധിക്കണമെങ്കിൽ ഞാൻ മുമ്പ് ഒരു സ്പോട്ട്ലൈറ്റിൽ പറഞ്ഞിരുന്നു, ഈ കാലത്ത് കുട്ടികളെ എങ്ങനെയെങ്കിലും പഠിച്ചു വളർന്നോളും എന്ന ഒരു ചിന്ത രക്ഷിതാക്കൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിൽ ചെറിയൊരു റിസ്ക് എടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. അതൊരു പക്ഷേ സ്വന്തമായി ചെയ്യാൻ രക്ഷിതാക്കൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതറിയുന്ന ആളുകളോട് ചോദിക്കണം, വ്യക്തികളെ കൺസൾട്ട് ചെയ്യണം, പറ്റാവുന്ന കോഴ്സുകൾ ചെയ്യണം. പക്ഷേ കോഴ്സുകളെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറിയാൽ 100,000 ടൈപ്പ് സാധനങ്ങളുണ്ട്. മോട്ടിവേഷൻ കോഴ്സുകൾ, ട്രെയിനിങ്ങുകൾ, പാരൻറ്റിങ്ങുകൾ, മഹാഭൂരിഭാഗവും സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഈ അടുത്തൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മ വരികയാണ്. അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ട മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്, നുണയാണെന്നാണ് ഞാൻ വിശ്വസിക്കാറുള്ളത്. ആദ്യം അതാണ് വിശ്വസിക്കുക. അതുപോലെയാണ് എല്ലാ ആളുകളും നല്ല സൂട്ടും കൂട്ടും വാടകയ്ക്ക് എടുത്ത് വന്ന് ഒരു ഫോണിൻ്റെ മുമ്പിൽ, ഐഫോണിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചാൽ അതൊക്കെ നല്ല ഭയങ്കര പാരൻറ്റിംഗ് ആണ് നിങ്ങൾ വിചാരിക്കരുത്. അവിടെയും പറ്റിക്കപ്പെടാതിരിക്കാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു വേനലവധിക്കാലം കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ 2 മാസം കൊണ്ട് 5-10 കൊല്ലം നമ്മുടെ കുട്ടികളെ വളർത്തിയുണ്ടാക്കിയതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് പിന്നെ ഈ ഫോൺ അഡിക്ഷൻ, അതിൽ തന്നെ ഈ സോഷ്യൽ മീഡിയ അതിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മളിതിങ്ങനെ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനപ്പുറത്ത് എത്രയോ അഡ്വാൻസ്ഡായി ചിന്തിക്കുന്ന രാജ്യങ്ങൾ നമ്മൾ ചുറ്റുപാടിൽ കാണണം. ഇപ്പോൾ ഓസ്ട്രേലിയ ഡെവലപ്ഡ് കൺട്രിയാണ്. അവർ ഓൾറെഡി എന്ത് ചെയ്തു, 10-16 വയസ്സ് താഴെയുള്ള മക്കൾക്ക് നിരോധിച്ചു, ബാൻ ചെയ്തു. നിയമനിർമ്മാണം മൂലം തന്നെ ബാൻ ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മാതൃ കമ്പനിക്ക് എന്ത് ചെയ്യും,
ഫൈന് പോകുന്ന സിറ്റുവേഷൻ നിയമനിർമ്മാണത്തിലൊക്കെ കൊണ്ടുവന്നു. ഫ്രാൻസ് കൊണ്ടുവരുന്നു, മറ്റ് യൂറോപ്യൻ കൺട്രീസ് ഒരുപാട് കൊണ്ടുവരുന്നു. കർണാടകയിൽ അങ്ങനത്തെ ഒരു ചർച്ച നമ്മുടെ അതെ തൊട്ടടുത്ത അയൽ സംസ്ഥാനത്ത് വരെ എത്തി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തും അത് വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് വരാനിനി വൈകുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വൈകരുത്. അതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് അതിൽ ചില സംഗതികൾ വെച്ചിരുന്നു. അതോട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്നത് പ്രഖ്യാപിച്ചത് ഈ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലും അത്തരമൊരു നിയമനിർമ്മാണം മൂലം തന്നെയുള്ള ഒരു ബാന് വരണം. ഈ ചെറിയ മക്കൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഈ വാരിക്കോരിയുള്ള കണ്ടന്റ് വിതരണം അത് നടക്കില്ല. ഭയങ്കര പ്രത്യാഘാതങ്ങളാണല്ലോ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നിഷാദ് സൽഫി പറഞ്ഞ പോലെ തന്നെ അതിൽ രക്ഷിതാക്കൾക്ക് പ്ലാൻ ഉണ്ടാക്കുന്നതിൽ ചില പരിമിതികൾ ഉണ്ടാവാം. എല്ലാവരും ഒരേ തലത്തിലായിക്കൊള്ളുന്നില്ല, എല്ലാവരുടെയും കാഴ്ചപ്പാടോ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ. അപ്പോൾ അവിടെ പരിമിതിയുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, വിസ്ഡം സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ ചില പ്ലാനുകൾ ഓൾറെഡി ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സമ്മർ ക്വസ്റ്റ് എന്ന പേരിലൊരു പ്ലാൻ ഉണ്ടാക്കി നൽകിയിട്ടുണ്ട്. ഈ ഏപ്രിൽ 6 മുതൽ അത് ആരംഭിക്കുകയാണ്. അപ്പോൾ പാരൻസിന് അത് യൂട്ടിലൈസ് ചെയ്യാം. പീസ് റേഡിയോ ആപ്പ് വഴി ആ ഒരു സമ്മർ ക്വസ്റ്റിൽ നമ്മുടെയൊക്കെ മക്കളെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള പ്ലാനുകളെ ഇംപ്ലിമെന്റ് ചെയ്താലും മതി. നമുക്കത് നമ്മുടെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ രക്ഷിതാക്കൾക്ക് ഇതിൽ പരിമിതികളാണ്. അതുകൊണ്ട് ഇത് വളരെ ഉപകാരമുള്ളൊരു സംഗതിയാണ് ഇത്തരം കാര്യം. യെസ്, മുജീബ് കുടിച്ച ഈ വേനലവധി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രക്ഷിതാക്കൾ പൊതുവെ കുട്ടികളെക്കുറിച്ച് അപാരമായ ആദ്യമാണ്. എന്ത് സംഭവിക്കുമെന്നുള്ള അറിയില്ല. കുട്ടികൾ അച്ചടക്കമില്ലാതാകും, അവരെ ശ്രദ്ധിക്കണം, വീട് ശ്രദ്ധിക്കണം. ഉമ്മമാരും അതുപോലെ ഉപ്പമാരും ആയിട്ടൊക്കെ വലിയ ഭയങ്കര ആശങ്കകൾ പരസ്പരം പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണ്. കുട്ടികൾ വരുന്ന ഒരു ശല്യമായിട്ടാണ് പലരും കാണുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ശരിക്കും ഒരു കുട്ടി സന്താനം എന്ന് പറഞ്ഞ വലിയൊരു അനുഗ്രഹമാണ്. അത് അതിൻ്റെ വില മനസ്സിലാക്കണം. ഇപ്പോൾ ഫലസ്തീനിലെ ഉപ്പമാർ മയ്യത്ത് തിരയാൻ, മയ്യത്തിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുട്ടിയുടെ മയ്യത്തുണ്ടോ എന്ന് അന്വേഷിക്കാൻ, അതുപോലെ സുഡാനിൽ മരിച്ചു വീഴുന്ന കുട്ടികളെ കാണാം. അങ്ങനെ ലോകത്ത് ഒരുപാട് ദുരന്തങ്ങൾ നടക്കുന്നിടത്ത് കുട്ടികളുടെ മയ്യത്ത് മാറോട് ചേർത്ത് വാവിട്ട് കരയുന്ന ഉമ്മമാരെ കാണുമ്പോൾ നമ്മളെ മുന്നിലൂടെ നമ്മുടെ സന്താനങ്ങൾ എത്ര അനുഗ്രഹമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാൻ, ഫിത്രത്തോട് കൂടിയിട്ടാണ്, ശുദ്ധ പ്രകൃതിയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. പക്ഷെ അവരുടെ ഉപ്പമാരാണ് അബവാഹു യുഹവ്യദാനിഹി വയുമജിസാനിഹി വയുനസ്സിറാനിഹി എന്ന് പറയുന്നുണ്ട്. അവരുടെ മാതാപിതാക്കളാണ് അവരെ മജൂസിയാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത്, അതേപോലെ ജൂതന്മാരാക്കുന്നത്. ഏതായിരുന്നാലും മാതാപിതാക്കൾ വിചാരിച്ചാൽ കുട്ടികളെ വളർത്തിയെടുക്കാനും സംസ്കരിക്കാനും സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്കത് കാണാൻ പറ്റും. അത് ശരിക്കും ഒരു പാരൻറ്റിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ വിഷയങ്ങളിലും ഒരു പിതാവ് ഒരു മാതാവ് എന്ന് പറയുന്നത് പഴയ ചെറുപ്പത്തിലേ അങ്ങനെ വന്നതല്ലല്ലോ. ഒരു സുപ്രഭാതത്തിൽ പിതാവാകാണ്, മാതാവാണ്. ആ കുട്ടികൾ എങ്ങനെ പരിചരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവയർനെസ് മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. ബോധപൂർവമായ പഠനം അതിനുവേണ്ടി നടത്തണമെന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഖുർആനിൻ്റെ പല പ്രയോഗങ്ങളിൽ കാണാൻ പറ്റും. ഗോഫലത്തിനെ കുറിച്ച് പറയാറുണ്ട്. അശ്രദ്ധ, നമുക്ക് വിവരക്കേടല്ല പ്രശ്നം, അപകടം. ഗോഫലത്താണ് അപകടം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും കുട്ടികളെക്കുറിച്ചുള്ള നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വേനലവധി കുട്ടികൾ നമ്മുടെ കയ്യിലേക്ക് വരാൻ, അപ്പോൾ പൊതുവെ കുട്ടികളുടെ ഷെഡ്യൂൾ മാറി. വേനലവധി വന്നതോടുകൂടി കുട്ടികളുടെ ഷെഡ്യൂൾ മാറി. അവർ കളിക്കാനും കാര്യങ്ങളൊക്കെ അവർ സ്വയം പ്രിപ്പയർഡായി. എന്നാൽ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ പഴയ പടി തന്നെ അവർ അടുക്കളയിൽ തന്നെ ഒരാൾ ജോലിക്കും പോകും. കുട്ടികളുടെ കാര്യം ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അതിൽ വ്യത്യസ്തങ്ങളെ ആക്ടിവിറ്റി നേരത്തെ നിഷാദ് സൽഫി ഇവിടെ പറഞ്ഞു. അപ്പോൾ അതിലെനിക്ക് ചില ആളുകളോട് ഈ വായനയെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ മക്കൾക്ക് നടക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ നെല്ലിക്കാപ്പറമ്പിലെ നമ്മുടെ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ അവിടെ ഉള്ള ടീച്ചേഴ്സ് അവർ കുട്ടികൾക്ക് ഒരു വർക്ക് കൊടുത്തതായിട്ട് ഇപ്പോൾ ഈ അടുത്ത് ഒരു പത്രത്തിൽ വായിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ ഒരു മാസം ഒരു പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ആ അധ്യാപകർ അത് പ്ലാൻ ചെയ്തത്. അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു, കുട്ടികൾ വായിച്ചു. അവസാനം കെൻസ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ ഫോട്ടോ എടുക്കാണ് ആ വാർത്ത വന്നത്. ആ കുട്ടി ഒരു വർഷമാകുമ്പോഴേക്കും 108 പുസ്തകങ്ങൾ വായിച്ചു എന്നാണ്. അപ്പോൾ അതിൻ്റെ താഴെ 48-58 പുസ്തകങ്ങൾ വായിച്ച കുട്ടികൾ വേറെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല സമ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയണത് ആളുകളെ വിചാരം കുട്ടികൾ അങ്ങനെ വായനാ രംഗത്ത് അത്ര ഗൗരവ രൂപത്തിലുള്ള സമീപനമൊന്നും ഉണ്ടാവില്ല എന്ന ചിന്തയാണ് പലപ്പോഴും കുട്ടികൾക്ക് ഈ സ്ക്രീന് കയ്യിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു പിണങ്ങിയാൽ, ഷാഢ്യം പിടിച്ചാൽ ഇതിനൊക്കെ മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്തിട്ടാണ് അവരെ സമാധാനിപ്പിക്കുന്നത്. അപ്പോൾ അതിന് അഡിക്റ്റായ കുട്ടികളുണ്ട്. ഇപ്പോൾ ഇനിയും നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലെങ്കിൽ
ദൂരവ്യാപകമായിട്ടുള്ള അപകടങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ സ്പോട്ട്ലൈറ്റിൽ തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൊറിയയിലേക്ക് പോയ 13 വയസ്സുകാരികളായ 3 പെൺകുട്ടികളുടെ സംഭവം. 16 വയസ്സുകാരിയായ ഒരാൾ എറണാകുളത്ത് ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടി കാസർഗോഡും ഒരു കുട്ടി ചെയ്തു. ഇതിങ്ങനെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ബ്ലൂ വെയിൽ പോലെയുള്ള ഒരു ഗെയിം തന്നെ ഇപ്പോൾ കൊറിയൻ നിർമ്മിത സംഗതി ഉണ്ട്. 50 സ്റ്റെപ്പുകളാണെന്നും അത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. അവസാനം ഈ കുട്ടി ആത്മഹത്യയിലാണ് എത്തുക. അതോടുകൂടി മരണത്തോടുകൂടി അത് പൂർണ്ണമാവുകയാണ് ആ ഗെയിം. അപ്പം ഇങ്ങനെ കുറേ ട്രാപ്പുകൾ ശരിക്കും സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ട്. ഇത് ശരിക്കും രക്ഷിതാക്കളുടെ താൽക്കാലികമായൊരു ആശ്വാസം, അവരെ കരച്ചിലോ നിർത്തണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഈ സ്ക്രീൻ കയ്യിൽ കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അതിൽ നല്ല ശക്തമായ ഒരു ചിന്തയും അതുപോലെ ഒരു നിയന്ത്രണമൊക്കെ രക്ഷിതാക്കളുടെ ഭാഗത്തില്ലെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള അപകടം ഉണ്ടാകും. അത് ഇപ്പോൾ നേരത്തെ വിസിറ്റർ സ്റ്റുഡൻസ് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ എന്തുകൊണ്ടും ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ 2 മാസക്കാലം കുട്ടികൾ നമ്മുടെ കയ്യിലാണ്. ഇപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഇതിൽ ഉള്ള ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. നമ്മൾ കുട്ടികളെ സ്നേഹിക്കണം എന്നുള്ളത്. കുട്ടികൾക്ക് അത് തോന്നി വേണം. എന്നെ ഇഷ്ടമാണ് എൻ്റെ ഉപ്പാക്ക് ഉമ്മാക്കൊക്കെ. ആ ഒരു സ്നേഹം പകർന്നു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ലൊരു കോൺഫിഡൻസ് കുട്ടിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ ഒരു PTA മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു രക്ഷിതാവ് വന്നു. രക്ഷിതാവ് അധ്യാപകനാണ്. പക്ഷെ അദ്ദേഹം വേറൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, കണ്ണ് കാണാത്ത ഒരു അന്ധനാണ്. അപ്പോൾ അദ്ദേഹത്തോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയാൾ എണീറ്റ് വന്നുകൊണ്ട് ആ ക്ലാസ്സിലുള്ള ഫസ്റ്റ് ബെഞ്ച്, സെക്കൻഡ് ബെഞ്ച്, തേർഡ് ബെഞ്ചിലുള്ള ആൺകുട്ടികൾ, ഈ ഭാഗത്തുള്ള പെൺകുട്ടികൾ, അവരുടെ പേര്, അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, ഈ കാര്യങ്ങളൊക്കെ ഇയാളിങ്ങനെ തുറന്ന് പറയണേ. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ അധ്യാപകരായി ഞങ്ങൾക്ക് പോലും ഈ കുട്ടികളുടെ ഡീറ്റെയിൽ അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ എന്ന് ചോദിച്ചോ പറഞ്ഞത്, ആ ക്ലാസ്സിലെ പെൺകുട്ടി, ഇയാളുടെ മകൾ, എല്ലാ ദിവസവും വൈകുന്നേരം ഇയാളായിട്ടൊന്ന് സംസാരിക്കും. അപ്പോൾ അവൾക്ക് ഇയാളോട് സംസാരിക്കണം വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ആ കുട്ടി പറയും. ഒന്നും പറയാനില്ലെങ്കിൽ ആ കുട്ടികളുടെ ഓരോ സ്വഭാവങ്ങളെക്കുറിച്ചും അവർ വികൃതികളെക്കുറിച്ചും പറയും. അയാൾ അതിനു വേണ്ടി ഇരുന്ന് കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, എൻ്റെ മകൾ ഇപ്പോൾ +2 പഠിക്കുന്നത്, ആ കുട്ടീനെ എങ്ങോട്ട് പറഞ്ഞയക്കുന്നതിലും എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാരണം ആ കുട്ടിയിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറയുന്നുണ്ട്. ഒന്നും ഒരു കള്ളത്തരവുമില്ല. അതൊരു സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് സ്നേഹം കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കുട്ടികൾക്ക് നൽകാൻ രക്ഷിതാക്കൾ തയ്യാറാണെന്നാണ്. റസൂലുള്ളാഹിൻ്റെ മാതൃക ഉണ്ടല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്ന സമയത്ത് ഹസൻ ഹുസൈൻ മേലെ കയറി കിടക്കുന്നതും അവർക്ക് വേണ്ടി കുറേ സമയം സുജൂദ് ദീർഘിപ്പിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ മിമ്പറിൽ നിന്ന് ഇറങ്ങി ചെന്ന് കുട്ടിയെ എടുത്ത് എന്നിട്ട് മിമ്പറിൽ കയറി ഖുത്ബ നിർവഹിച്ച സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ കുതിര കളിക്കുന്ന സംഭവങ്ങളൊക്കെ റസൂലുള്ളാഹിൻ്റെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ റസൂൽ ആരാണ്? ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, സൈന്യാധിപനാണ്, എല്ലാ നിലക്കും തിളങ്ങി നിന്ന മഹാവ്യക്തിത്വമാണ് പ്രവാചകൻ. ഇതിന് സമയം കണ്ടെത്തി കുട്ടികൾക്ക് വേണ്ടി മാത്രം. അത് നമ്മൾ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഈ വേനലവധിയിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി സമയം നീക്കി വെക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും പ്ലാൻ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും എന്നത് തന്നെയാണ്. പ്ലാനിംഗ് ആണ് വളരെ പ്രധാനം എന്നതുമാണ്.